നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിലേക്ക് ഡയറക്ട് ഫ്ലൈറ്റ്. ഇന്ത്യയിൽ നിന്നും അയർലൻഡിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് ടൂറിസം മന്ത്രി പീറ്റർ ബർഗ്. ടൂറിസം മേഖലയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നീക്കം. ട്രെയിൻ സേവനം തടസ്സപ്പെടും. ഡബ്ലിനും വാട്ടർഫോർഡിനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകളിൽ തടസ്സം നേരിടും. പ്രളയം പ്രതിരോധിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഫസ്റ്റ് ഹോം സ്കീമിൽ റെക്കോർഡ്. അയർലൻഡിൽ ഫസ്റ്റ് ഹോം സ്കീം വഴി ധനസഹായം ലഭിച്ചവരുടെ എണ്ണത്തിൽ റെക്കോർഡ്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ നവംബർ വരെ 30,000-ലധികം പേർക്ക് സഹായം ലഭിച്ചു. അയർലൻഡിലെ ആശുപത്രികളിൽ കിടക്കകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 700-ന് മുകളിൽ തന്നെ. 708 പേർക്കാണ് കിടക്കകൾ ലഭിക്കാനുള്ളത്. വെസ്റ്റ് ഡബ്ലിനിൽ വീടുകൾക്കുള്ളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി. മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വടക്കൻ അയർലൻഡിൽ ബ്ലൂടങ് പരിശോധനയ്ക്കായി സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന പശുക്കളിൽ പരിശോധന നടത്തുന്നതിനാണ് സഹായം. ഡബ്ലിൻ വിമാനത്താവളത്തിൽ യാത്രികർക്കുള്ള പരിധിക്കെതിരെ അമേരിക്കൻ എയർലൈനുകൾ. US ഗതാഗത വകുപ്പിന് എയർലൈൻസ് ഫോർ അമേരിക്ക പരാതി നൽകി. അയർലൻഡിൽ ചിലവ് 2.5 ലക്ഷം യൂറോ. ജഡ്ജിമാർക്ക് പരിശീലനം നൽകുന്നതിനായി ചിലവായത് 2.5 ലക്ഷം യൂറോ. ജുഡീഷ്യൽ കൗൺസിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മുന്നറിയിപ്പുമായി GAA ക്ലബ്. അംഗങ്ങളിൽ ഒരാൾ AI ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിന് ഇരയായതിനു പിന്നാലെ മുന്നറിയിപ്പുമായി അർമാഗിലെ GAA ക്ലബ്. AI ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾക്കെതിരെ ജാഗ്രത വേണമെന്നറിയിച്ചു. ടെസ്റ്റ് ഡ്രൈവിന് അവസരം. മോഡൽ വൈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അവസരമൊരുക്കി ടെസ്ല. ഡബ്ലിൻ, കോർക്ക് എന്നിവിടങ്ങളിലെ സെന്ററിലാണ് അവസരമുള്ളത്. സ്ഥിരീകരിച്ച് റഷ്യ. യുദ്ധത്തിൽ യുക്രൈനെതിരെ ഒറഷ്നിക് മിസൈൽ ഉപയോഗിച്ചെന്ന് റഷ്യ. പ്രതിരോധ മന്ത്രാലയമാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത്. ക്രൈസ്തവ സഭാ നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ചൈനീസ് ഭരണകൂടം. ചെങ്ഡുവിലെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് MPമാർക്ക് അനുമതി നൽകില്ല. MPമാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ ആം ആദ്മി. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തന്ത്രി കണ്ഠര് രാജീവര് അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിനു ശേഷം SIT ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് നോട്ടീസ്. ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിലാണ് വിജിലൻസ് നോട്ടീസ് അയച്ചത്. അയർലൻഡിൽ കേരളത്തിന് ജയം. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ ഛത്തീസ്ഗഡിനെ തോൽപ്പിച്ച് കേരളം. 63 റൺസിനാണ് കേരളത്തിന്റെ ജയം. സ്പോൺസർഷിപ്പ് പിൻവലിച്ചു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങളുടെ സ്പോൺസർഷിപ്പ് പിൻവലിച്ച് ഇന്ത്യൻ കമ്പനിയായ SG. ബാറ്റ് സ്പോൺസർഷിപ്പിൽ നിന്നാണ് പിന്മാറ്റം. താപനില വീണ്ടും താഴും. അയർലൻഡിൽ താപനില ഇനിയും താഴുമെന്ന് വ്യക്തമാക്കി കാലാവസ്ഥാ വകുപ്പ്. അന്തരീക്ഷ താപനില -6 ഡിഗ്രി വരെ കുറയും. മുന്നറിയിപ്പ് പിൻവലിച്ചു. പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലെ യെല്ലോ അലർട്ട് പിൻവലിച്ചു. പ്രതീക്ഷിച്ച മഴ കേരളത്തിൽ ലഭിക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.